SCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാള ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ ഭരണത്തിലെ അഴിമതികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് CPI അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇരിഞ്ഞാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിവസം കാഴ്ചക്കാരുടെ തിരക്കേറി. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. മാള ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ ഭരണത്തിലെ അഴിമതികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് CPI അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടു. മാളക്കുളം നവീകരണം, കുന്നത്തുകാട് പട്ടികജാതി സാംസ്കാരിക നിലയം, ഫുഡ് കോർട്ട് നിർമ്മാണം, മാള സൗഹൃദ തീരം, മാളച്ചാൽ ശുചീകരണം, പ്ലാസ്റ്റിക് പൊടിക്കുന്നതിനുള്ള യൂണിറ്റ് സ്ഥാപിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നതായാണ് CPIയുടെ ആരോപണം. അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളുടെ വിശദമായ വിവരങ്ങൾ രേഖാമൂലമാണ് കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്നത്. അഴിമതി സംബന്ധിച്ച് അന്വേഷണത്തിന് പഞ്ചായത്ത് നേരിട്ട് പരാതി നൽകണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. ഇരിഞ്ഞാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിവസം കാഴ്ചക്കാരുടെ തിരക്കേറി. BVM ഹൈസ്കൂളിലെ 8 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ആകർഷക ഇനങ്ങളായ മാർഗം കളി, വഞ്ചിപ്പാട്ട്, മോണോ ആക്ട്, ഭരതനാട്യം തുടങ്ങിയവയാണ് ബുധനാഴ്ച നടന്നത്. സമാപന സമ്മേളനം ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും. എനിക്ക് തീരത്തു മയങ്ങണം. നീ എവിടെയാണ്? പറയൂ. ഞാൻ കാണുന്നത് വറ്റി വരണ്ട നിന്റെ അസ്ഥികൂടമോ? പറയൂ, നീ എവിടെയാണ്? കാണലാരെ പുഴയുടെ സൗന്ദര്യം കാണാൻ വന്ന് എന്റെ വിരൂപതയിൽ അങ്ങ് ദുഃഖിക്കുന്നുവോ? വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. ജൈവ കൃഷിയും പരിപാലന മുറകളും എന്ന വിഷയത്തിലാണ് സെമിനാർ നടത്തിയത്. മുൻ MLA TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് UO സേവ്യർ, KK രവി നമ്പൂതിരി, അഡ്വക്കേറ്റ് നിർമ്മൽ C പാത്താടൻ, ഷീബ പോൾ, UA ജോർജ്, ED സാബു തുടങ്ങിയവർ സംസാരിച്ചു. ഫിലിപ്പ് GT കാനാട്ട് ക്ലാസ് എടുത്തു. വേനൽക്കാലത്ത് ദിനദൈർഘ്യം വളരെയധികം വർദ്ധിക്കുകയോ തണുപ്പ് കാലത്ത് ദിനദൈർഘ്യം കുറഞ്ഞു പോവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ നോക്കില്ല. നമ്മളാകുമ്പോഴേക്കും ഏതാണ്ട് 5:30 ആകുമ്പോഴേക്കും കിട്ടും. പ്രധാനമായും മഴയാണ്. നഴ്സറികൾ മതി. കാരണം 45 ദിവസം മഴയത്ത് നിന്ന് കളച്ചു വളരാൻ മാത്രം ചെടികൾ നിങ്ങൾ ഇടവപ്പാതിക്കോ തുലാവാസത്തിനോ എപ്പോൾ വേണമെങ്കിലും പിന്നെ അവൻ മഴയൊരു വിഷയമാണ്. അപ്പൊ അതൊക്കെ മഴയമായും നമ്മൾ മേടത്തിൽ നടും. പിന്നെ നമുക്ക് പഴമയുടെ പുതുമയുമായി നൂറ്റാണ്ട് പഴക്കമുള്ള കാർഷിക ഉപകരണങ്ങളുടെ പ്രദർശനം കൗതുക കാഴ്ചയായി. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് ഈ അപൂർവ ദൃശ്യവിരുന്നൊരുക്കിയത്. പുതിയ തലമുറയിലുള്ളവർ പേര് പോലും കേൾക്കാത്ത ഉപകരണങ്ങളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന നിരവധി ഉപകരണങ്ങളാണ് യുവതലമുറയെ പരിചയപ്പെടുത്താൻ ലക്ഷ്യമിട്ട് പ്രദർശനത്തിനെത്തിച്ചത്. കാളയെ പൂട്ടി ഉഴവു നടത്തുന്നതിന് ഉപയോഗിച്ചിരുന്ന ഞവരി, നുകം, ഉഴവുകരി, ചെരുപ്പ്, കൊട്ട, വേത്ത്, തൊപ്പിക്കുട, ത്ലാക്കൊട്ട, കാളത്തേക്കിനുള്ള കപ്പി കൂടാതെ കൃഷിയുടെ ഓരോ ഘട്ടത്തിലും ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും പ്രദർശനത്തിന് വച്ചിരുന്നു. ആധുനിക കാലഘട്ടത്തിൽ മൺമറയുന്ന മൺപാത്രങ്ങളും പ്രദർശനത്തിൽ ഉണ്ടായിരുന്നു. വെസ്റ്റ് കൊരട്ടി സ്വദേശിയായ ദിവാകരനാണ് മൺപാത്രങ്ങൾ പ്രദർശിപ്പിച്ചത്. രമേഷ് വാളൂർ, അമീൻ നിസാർ എന്നിവരാണ് പുരാവസ്തുക്കൾ കൊണ്ടുവന്നത്.
വിരുദ്ധ ബോധവൽക്കരണത്തിനായി നിർമ്മിച്ച ലാസ്റ്റ് കോൾ കേട്ടതിൽ നിന്ന് രൂപം കൊണ്ട ഇനി ഞാൻ പറയട്ടെ എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമായി. ആവിഷ്കാർ ട്രസ്റ്റ് നിർമ്മിച്ച് ജനമൈത്രി പോലീസ് വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിക്കുന്ന ഇനി ഞാൻ പറയട്ടെ എന്ന ഹ്രസ്വചിത്രം ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ മാധ്യമമായി. മാള ജനമൈത്രി പോലീസിന്റെ ലഹരി വിരുദ്ധ കാവൽക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ മേഖലയിലെ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഇനി ഞാൻ പറയട്ടെ പ്രദർശിപ്പിച്ചു. ലാസ്റ്റ് കോൾ കണ്ടപ്പോൾ ചിത്രം അവസാനിച്ച സമയത്ത് ഒരു വിദ്യാർത്ഥി നടത്തിയ കുമ്പസാരമാണ് ഇനി ഞാൻ പറയട്ടെ എന്ന ചിത്രത്തിലേക്ക് നയിച്ചത്. മോശമായ കൂട്ടുകെട്ടിൽ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ആ വിദ്യാർത്ഥിയും മാതാപിതാക്കളും ആവിഷ്കാറിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിന്റെ വഴിതെറ്റിയ അവസ്ഥ അന്വേഷിച്ചാണ് ഇനി ഞാൻ പറയട്ടെ എന്ന ചിത്രത്തിലേക്ക് നയിച്ചതെന്ന് ആവിഷ്കാർ ട്രസ്റ്റ് സെക്രട്ടറി ബീന ഗോപിനാഥ് പറഞ്ഞു. ലാസ്റ്റ് കോൾ കണ്ട ഒരു വിദ്യാർത്ഥിയുടെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഇനി ഞാൻ പറയട്ടെ എന്ന ചിത്രത്തിന്റെ കഥ. കഥയും സംവിധാനവും സുദീപ് നിർവഹിച്ചു. MS കൊളത്തൂർ തിരക്കഥ എഴുതി. ബീന ഗോപിനാഥിന്റെ ആശയത്തിൽ നിർമ്മിച്ച അരമണിക്കൂർ ദൈർഘ്യമുള്ള ചിത്രത്തിൽ ACP ഷാഹുൽ ഹമീദും മാള CI M സുരേന്ദ്രനും അഭിനയിച്ചിട്ടുണ്ട്. വി വാണ്ട് ഡ്രഗ് ഫ്രീ സ്കൂൾ എന്ന ആശയവുമായി ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്ന ആവിഷ്കാർ ട്രസ്റ്റിന് ഈ വർഷം സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിന് വേണ്ടി നിരവധി ചിത്രങ്ങൾ ട്രസ്റ്റ് നിർമ്മിച്ചിട്ടുണ്ട്. ലാസ്റ്റ് കോൾ കേട്ട് ഇനി ഞാൻ പറയട്ടെ കണ്ടവരിൽ നിന്ന് അടുത്ത ചിത്രത്തിനുള്ള വിളികൾക്കായി കാത്തിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. ഈ ഒരു സിനിമ കുട്ടികളിൽ, പ്രത്യേകിച്ച് യുവാക്കളിൽ ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ തയ്യാറാക്കിയ ഒന്നാണ്. നല്ലൊരു മെസ്സേജ് തരുന്നൊരു ഫിലിമായിരുന്നു ഇത്. കണ്ടിറങ്ങി ഞങ്ങൾക്ക് ഒരിക്കലും ഡ്രഗ്സിന്റെ വഴിയിലേക്ക് പോകാതിരിക്കാനുള്ളൊരു മെസ്സേജാണ് തന്നെ. യുവമോർച്ച കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി മാള മേഖലയിൽ KT ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണം നടത്തി. VD അംബുജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. MR കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. KS അനൂപ്, MV ബിനിൽ, CM സദാശിവൻ, കൃഷ്ണൻ പാണാട്ട്, KS സുജിത്, TS സുഖിൽ എന്നിവർ സംസാരിച്ചു. യുവജന പ്രസ്ഥാനത്തിന്റെ ശക്തി കൊണ്ടാണ് മാളയുടെ ഈ വിജയത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വിജയം ഇവിടെ മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിൽ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ട ജില്ല എന്ന പ്രത്യേകതയും തൃശ്ശൂർ ജില്ല കൈവരിച്ചിരിക്കുന്നു. മാള CERD കോളേജിൽ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ നിർമ്മിച്ച ഹ്രസ്വചിത്രം പ്രദർശിപ്പിച്ചു. സംവിധായകൻ മണി സാരംഗ് ഉദ്ഘാടനം ചെയ്തു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച യത്നയെ അനുമോദിച്ചു. കോളേജ് ഡയറക്ടർ അഫ്സൽ അധ്യക്ഷത വഹിച്ചു. അതുപോലെ നമുക്ക് യാതൊരു ഭയവും കൂടാതെ ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്നുണ്ട്, മത്സരങ്ങൾ നടക്കുന്നുണ്ട്. കരിങ്ങാച്ചിറ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കാൻ ജനതാദൾ പുത്തഞ്ചിറ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചു. KS പരീദ് അധ്യക്ഷത വഹിച്ചു. PC ബാബു, TA ബീരാൻ, PI കാസിം, അസൈനാർ എന്നിവർ സംസാരിച്ചു. പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ N വിദ്യാശങ്കർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ലിറ്റി വർഗീസ്, R വേണുഗോപാൽ, ശ്രുതി വിജേഷ്, ലിനി ജോസ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചരമം. പുത്തഞ്ചിറ കണ്ണികുളങ്ങര തൈനകത്ത് പരേതനായ ഗോപാലകൃഷ്ണൻ ഭാര്യ കൗസല്യ 84 വയസ്സ് നിര്യാതയായി. ആലത്തൂർ ഊക്കൻ അന്തോണി 85 വയസ്സ് നിര്യാതനായി. മാളപ്പള്ളിപ്പുറം രാജവീഥി റോഡിൽ ചക്കാലയ്ക്കൽ അന്തോണി ഭാര്യ മേരി 85 വയസ്സ് നിര്യാതയായി. ഇനി ദേശവിളക്ക് അറിയിപ്പുകൾ. പൂപ്പത്തി അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ദേശവിളക്ക് ഡിസംബർ 5-ന് ആഘോഷിക്കും. പുത്തഞ്ചിറ ശ്രീ തൃച്ചക്രപുരം ക്ഷേത്രത്തിലെ വിളക്കാഘോഷം 6-ന് നടക്കും. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അയ്യപ്പൻ വിളക്ക് ഡിസംബർ 3-ന് ആഘോഷിക്കും. വൈകിട്ട് താളമേളങ്ങളുടെയും കാവടിയാട്ടത്തിന്റെയും അകമ്പടിയോടെ ആനപ്പാറയിൽ നിന്ന് താലം വരവ് ഉണ്ടായിരിക്കും. സ്വർണം നിരക്ക്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 2385 രൂപയായി. പവന് 19,080 രൂപ.
പ്രധാന വാർത്തകൾ വീണ്ടും. മാള ഗ്രാമപഞ്ചായത്ത് മുൻ ഭരണസമിതിയുടെ ഭരണത്തിലെ അഴിമതികളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് CPI അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ഇരിഞ്ഞാലക്കുട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ 3ാം ദിവസം കാഴ്ചക്കാരുടെ തിരക്കേറി. വെണ്ണൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കാർഷിക ആരോഗ്യ സെമിനാർ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.